ഹലോ. ഹലോ. ഞാൻ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്തെ. ആ, അപ്പോൾ ആരാ? അത് എൻ്റെ പേര് സ്കറിയ വർഗീസ്. ഞാൻ ആ ചൂണ്ടി നമ്മുടെ പുളിച്ചായത്ത് തോടിൻ്റെ അവിടെ. ആ ആ അപ്പോൾ അതൊന്ന് വന്ന് കാണാൻ അന്ന് നിങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നുമില്ല. അത് വന്നിട്ട് അതിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണ്ടേ? ഇത്രയും മഴയൊക്കെ പെയ്ത് ഇത്രയൊക്കെ ഉണ്ടായതല്ലേ. ഞാനൊരു അല്ല, ഓവർസിയർ വന്നായിരുന്നല്ലോ. ഓവർസീർ അല്ലല്ലോ. ഓവർസീർ 2017 മുതൽ 16 മുതലൊക്കെ അവിടെ കണ്ടുകൊണ്ടിരിക്കണം. എനിക്കതല്ലല്ലോ. ഞാൻ ഓവർസീർക്കല്ലല്ലോ പരാതി നൽകിയേക്കണേ. മേളിലല്ലേ പരാതി കൊടുത്തത്. നിങ്ങളല്ലേ വന്ന് നോക്കണ്ടേ? നിങ്ങൾ വന്ന് കാണാമെന്നല്ലേ എന്നോട് പറഞ്ഞത്. അത് ഓവർസിയർ വന്നിട്ട് വർക്ക് ഡ്രെയിൻ അതല്ല തുടങ്ങുമ്പോൾ ഞാൻ ചെയ്യാന്ന് ചോദിക്കണ പറഞ്ഞു. ഞാൻ ചോദിക്കണ ക്വസ്റ്റ്യൻ ഇതാ. ഞാൻ പരാതി കൊടുത്തേക്കണേ അവിടെ. നിങ്ങൾക്കല്ലേ ഉത്തരവാദിത്തം. ഓവർസീർക്കാണോ ഉത്തരവാദിത്തം? അപ്പോൾ ഞാൻ ഓവർസിയർ പറഞ്ഞത് പോയി നോക്കാൻ. അല്ല, അതുകൊണ്ട് കാര്യമില്ല. എനിക്ക് നിങ്ങൾ വന്ന് കണ്ടില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തത്. പുത്തൻകുരിശില. ഇനി ഇതിൻ്റെ മേളിൽ പോകാൻ എനിക്കറിയാം. എൻ്റെ കാര്യത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന് ഇല്ലയോന്ന് അറിയാനാണ് ഞാൻ ഒരാഴ്ച 2 ആഴ്ച വെയിറ്റ് ചെയ്തത്. ആ ആ ഞാൻ അല്ല, ഞാൻ എനിക്ക് ഈ വരാം. ഓവർസീർ വന്നിട്ട് കാര്യമില്ല. ഓവർസീർ വന്നിട്ട് കാര്യമില്ല. അല്ല, അത് നിങ്ങൾ വന്നപ്പോൾ വന്നിട്ട് പിന്നെ കണ്ടിട്ട് പറഞ്ഞു. എനിക്ക് റിപ്പോർട്ട് വേണം. പുള്ളി കണ്ടുകൊണ്ടിരിക്കണം. പുള്ളീനെ എനിക്കറിയാം. പുള്ളി അവിടെ കണ്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ കാര്യമുണ്ടോ? എൻ്റെ കാര്യത്തിന് പരിഹാരമാകുമോ? ആവില്ലല്ലോ. അല്ല, വർക്ക് തുടങ്ങുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമല്ലോ, വർക്ക് അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. എൻ്റെ പൊന്നെ, വർക്ക് തുടങ്ങുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയെന്നൊക്കെ ഞാൻ 2017 മുതൽ കേൾക്കണത്. എൻ്റെ കയ്യിൽ എൻ്റെ പ്രൂഫുണ്ട്. 2017 മുതൽ. വർഷം എത്രയായി? ഈ വർക്ക് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എനിക്കറിയാം ഇതിൻ്റെ കാര്യങ്ങൾ. എനിക്കിതിനെപ്പറ്റി അറിയാവുന്നതാണ്. നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്നവർ. എനിക്ക് അവിടുത്തെ എസ്റ്റിമേറ്റോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിവരാവകാശമുണ്ട്, മേളിലേക്ക് പരാതിയുണ്ട്. വിജിലൻസ് കോടതിനെ ഞാൻ സമീപിക്കും. ഏത് കോടതി വരെ പോകാൻ, സുപ്രീം കോടതി വരെ പോകാനും കഴിവുള്ള ആളാണ് ഞാൻ. എനിക്ക് അറിയുകയും ചെയ്യാം. ഞാൻ പോയിട്ടുണ്ട് കേസുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മര്യാദയ്ക്ക് വന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു തന്നാൽ എനിക്ക് പരാതിയില്ല. ഇല്ലെങ്കിൽ എൻ്റെ വീടും ഇതും ഞാൻ 10-25 കൊല്ലം വിദേശത്ത് കിടന്നുണ്ടാക്കിയതാണ്. എനിക്കിനി ഒരു വീട് പണിയാന്ന് പറഞ്ഞാൽ നടക്കില്ല. എൻ്റെ വീട്ടിലെ മുറ്റത്തെ വെള്ളം എനിക്ക് ആ തോട്ടിലേക്ക് 23-30 മീറ്റർ ഉള്ളൂ. അവിടെ വീതിയില്ലയെന്ന് പറയും. നിങ്ങളെപ്പോലെ മേലുദ്യോഗസ്ഥന്മാർ വന്ന് നോക്കിയിട്ട് അവിടെ വീതി ഉണ്ടെന്നും അവിടെ ഓട തീർക്കാമെന്നും. അതുപോലെ തന്നെ തൊട്ട് പുറകിൽ താമസിക്കണേ താഴ്ന്ന ജാതിക്കാർ 3-4 പേരുണ്ട്. അവരുടെ വീട്ടിൽ ഇങ്ങനെ വെള്ളം ഞാൻ എൻ്റെ കുടിവെള്ളം, ആ വെള്ളം ഒഴുകി വന്നാൽ എൻ്റെ കുടിവെള്ളത്തിലേക്കാണ് വന്നെ. അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. മഴ പെയ്തതും വെള്ളം വന്നതും ചാടണമല്ല. വന്ന് നോക്കിക്കോ. ബാക്കി നടപടി ഞാൻ പിന്നെ നോക്കിക്കോളാം. ഞാനിപ്പോൾ ഒന്ന് അഡ്വാൻസായിട്ട് വിളിച്ച് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. ശരിയെന്നാ. ഇപ്പോൾ ഉണ്ടാവും. ഹലോ. ഹലോ. ഞാൻ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്തെ. അപ്പോൾ അത് ആരായിരുന്നു? എൻ്റെ പേര് സ്കറിയ വർഗീസ്. ഞാൻ ആ ചൂണ്ടി നമ്മുടെ പുളിക്കായത്ത് തോടുന്ന